ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഈ ഒരു നിമിഷം വരെ കേരളത്തിൽ നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ന്യൂസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കുറേയധികം ന്യൂസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസം മെയിനായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള രീതിയിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ അറിയണം എന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും ഇതേ കണക്ക് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ എന്തൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം വേണ്ടി അറിയാൻ സാധിക്കുന്നത് കൂടിയാണ്. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അൻസിബയുടെ കാര്യം തന്നെയാണ്. അൻസിബയും ടിനി ടോമും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആദ്യമേ ഇതുണ്ടെങ്കിൽ അമ്മയിൽ വെച്ച് തന്നെ പരിഹരിക്കണം എന്നുള്ള രീതിയിൽ അൻസിബ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്വേതാ മേനോന് കത്തൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ശ്വേതാ മേനോൻ പ്രതികരിക്കാതിരുന്ന സമയത്താണ് അൻസിബ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നിട്ട് മീഡിയാസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്ന് കുറേയധികം കാര്യങ്ങളൊക്കെ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ആ ഒരു പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നെ പറ്റി അപവാദങ്ങളൊക്കെ പറഞ്ഞ് വെളിയിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റ് കുറേയധികം ആ ഒരു അമ്മയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് മെമ്പേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേയധികം പേര് അൻസിബയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ വന്നേക്കുവാണ്. അതിലൊരാൾ കൂടിയാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. ആസിഫ് അലി ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രസ് മീറ്റിന് ഇതേ കണക്ക് ഏതൊരു ഫംഗ്ഷന് വന്നപ്പോൾ പ്രസ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചൊരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രസ് മീറ്റിൽ ഇതേ കണക്ക് അൻസിബയെ പറ്റി ചോദിക്കുന്ന സമയത്ത് ആസിഫ് അലി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അമ്മയിൽ വെച്ച് പരിഹരിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു, അതിലൊരു ഡൗട്ടൊന്നുമില്ല. പക്ഷേ അതിൽ പറ്റാതെ വന്ന് നിവൃത്തിയില്ലാതെ വന്നപ്പോഴായിരിക്കും അൻസിബ ഇതേ കണക്ക് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും അത് എന്താണോ അൻസിബയ്ക്ക് നീതി കിട്ടേണ്ട ആ നീതി കിട്ടണം എന്നുള്ള രീതിയിൽ കൂടിയാണ് ആസിഫ് അലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുകൂടെ തന്നെ ടിനി ടോമിനെതിരെ കുറേയധികം പേര്, നീന കുറുപ്പ് വരെ ടിനി ടോമിനെതിരെ പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തന്നെയുണ്ടെങ്കിൽ അടിക്കാൻ വരെ വന്നു എന്നുള്ള രീതിയിലായിരുന്നു ടിനി ടോമിനെതിരെ നീന കുറുപ്പ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൻസിബ ഉണ്ടെങ്കിൽ ടിനി ടോമിനെതിരെ അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവരൊക്കെ രണ്ടുപേർക്കെതിരെ പറഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും തിരിച്ച് അൻസിബയ്ക്കെതിരെ അങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അൻസിബ കാരണം തൻ്റെ കുടുംബം വരെ തകരാൻ പോയിട്ടുണ്ടായിരുന്നു. തനിക്ക് മെസ്സേജ് അയച്ചു, ഇത് കാരണം തൻ്റെ ഭർത്താവിന് സംശയം തോന്നി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അൻസിബയെക്കുറിച്ച് ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സമയത്താണെങ്കിൽ ടിനി ടോം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് തന്നെ പറ്റി ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുകയാണ്. ഞാനുണ്ടെങ്കിൽ അൻസിബയെ പറ്റി ഒരു മോശമായിട്ട് ഒന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല, തന്നെ തരം താഴ്ക്കാനുള്ള ശ്രമമാണ് എന്നുള്ള രീതിയിൽ ടിനി ടോമിൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ആസിഫ് അലിയൊക്കെയാണ് ഇപ്പോൾ അൻസിബയെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ കുറേയധികം പേര് അൻസിബയ്ക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇപ്പം ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അമ്മയെപ്പറ്റിയും താരസംഘടന ഉള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. ഇതിന് ശേഷം രണ്ടാമത്തെ മെയിൻ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, കേരളത്തിൽ ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം പലരുടെയും മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അത്രമാത്രം നമുക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. സ്വന്തം അമ്മ തന്നെ ഒരു കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അതിന് കാമുകന് സപ്പോർട്ട് വരെ നൽകി എന്നൊക്കെ പറയുമ്പോഴത്തേന് എന്തുമാത്രം ക്രൂരത ഒരു കുട്ടി അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റാത്ത അത്രയ്ക്കൊരവസ്ഥയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ന്യൂസിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ അപ്ഡേറ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്ഷറിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അക്ഷറുണ്ടെങ്കിൽ മെയിനായിട്ട് ഇവൻ്റെ ക്യാരക്ടറിലാണ് കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവന് മുമ്പത്തെ ഭാര്യ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിച്ചതിന് ശേഷം റൂമിലൊക്കെ വലിച്ചഴിച്ച് അങ്ങനെ കുറേയധികം നട്ടലിനെല്ലാം പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാര്യയെ അവസാനം ഉണ്ടെങ്കിൽ കോമ സ്റ്റേജിൽ വരെ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ആദ്യ ഭാര്യയെ പോയി പലരും കണ്ടിട്ടുണ്ട്. മീഡിയാസ് വരെ ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പറയുന്നുണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, തനിക്ക് ഒട്ടും വയ്യായിരുന്നു, അത്രയ്ക്കൊരു സൈക്കോ ആണ് ഈ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസും കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം കടന്ന് കറങ്ങുന്നുണ്ട് ഇവൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് തന്നെ ഇതേ കണക്ക് ഇവനെപ്പറ്റി അന്വേഷിച്ച് അതേ കണക്ക് ഇവൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം പോലീസ് തന്നെ പറയുകയാണ് ഇവനൊരു സൈക്കോ സ്വഭാവമുണ്ട് എന്നുള്ള രീതിയിൽ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുണ്ട് പറയുന്ന ഒരു കാര്യം, താനും ഈ ഒരു അഖിലയും കൂടിയുള്ള ബന്ധത്തിന് ഒരേ ഒരു
എതിരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു കുട്ടി മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇതേ കണക്കൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു അക്സർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കറങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു അഖിലയും ആ ഒരു കുട്ടിയും ആ ഒരു കുട്ടിയുടെ കൈയൊക്കെ ഒടിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഏതോ ഒരു യൂട്യൂബറോ ഇൻസ്റ്റാഗ്രാമറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചലഞ്ച് പോലെ വന്ന സമയത്ത് ഈ ഒരു അഖിലയുണ്ടെങ്കിൽ കുട്ടിയും കൊണ്ട് സംസാരിക്കുന്നതൊക്കെ വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു കുട്ടിയുടെ കൈയൊക്കെ അപ്പോൾ ഒടിഞ്ഞിരിക്കുന്ന എന്തുമാത്രം ആ കുട്ടി ഒരു വർഷം കൊണ്ട് എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലുള്ളവരൊക്കെ ഉണ്ട്. ഈ ഒരു കുട്ടികളെ ഇതുപോലെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അതായിരുന്നു മെയിനായിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും പറഞ്ഞ കണക്ക്. പിന്നെ അതിന് ശേഷം ഉണ്ടെങ്കിൽ ബാല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ അമൃതയ്ക്കെതിരെയായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് അമൃത ഇതുപോലെ തന്നെ ബാലയും തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ കാര്യമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞൊക്കെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബാല ഒരു വീഡിയോ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ തനിക്കെതിരെ പിന്നെ ഇതേ കണക്ക് അമൃത കേസും കാര്യങ്ങളും കൊടുത്തേക്കുവാണ്. താനുണ്ടെങ്കിൽ പൈസ പറ്റിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു കാര്യത്തിന് എതിരെയായിട്ടാണ് ഇപ്പം ബാല വീഡിയോ ചെയ്തേക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അമൃത പറഞ്ഞിട്ടുണ്ടായിരുന്ന തൻ്റെ ഒരു പൈസയോ ഒന്നും തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇപ്പം തൻ്റെ അടുത്തുനിന്ന് പൈസയൊക്കെ വാങ്ങാൻ ശ്രമിക്കുകയാണ്, അടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്, താൻ പറ്റിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. താൻ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ താൻ ഇതിനെതിരെ പ്രതികരിക്കും എന്നാണ് ബാല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താനിങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ ഈ ഒരു ബാലയെ ചുറ്റിപ്പറ്റി നടക്കുന്നതിൻ്റെ ആണെങ്കിൽ ഇതിനു മുമ്പ് വേറെ രണ്ടാം ഭാര്യയല്ല ഒരു കാര്യമൊക്കെ ബാലയ്ക്കെതിരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലയ്ക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സംസാരിക്കുന്നത്. കാരണം രണ്ടാമത്തെ ഭാര്യയൊക്കെ ബാലയ്ക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പം ബാലയും ബാലയുടെ വേറൊരു സഹോദരനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭാര്യയും ഒക്കെ ഒരുമിച്ചാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. തന്നെ ഇതേ കണക്ക് ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ഇതേ കണക്ക് ആവശ്യമില്ലാതെ ഓരോ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ അമൃതയ്ക്കെതിരെയായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. എന്തായാലും ആ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. കുറേയധികം പേര് ബാലയെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്, മറ്റു ചിലർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. ഇതിന് ശേഷം മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്ന ഒരു ന്യൂസാണ് മെയിനായിട്ട് ഹൻസിക കൃഷ്ണ. എല്ലാവർക്കും അറിയാവുന്നവരാണ്. കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും ഇളയ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണ ഉണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ടുള്ള വീഡിയോ വന്നതിന് ശേഷം ഹൻസികയ്ക്കെതിരെ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ശരീരം കാണിച്ചുകൊണ്ടൊക്കെ കാണിക്കാൻ വേണ്ടിയാണോ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നുള്ള രീതിയിൽ. അതിനുശേഷം ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ പൈസയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു, ആ ഒരു റേറ്റ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് ഇതുപോലെ കൂട്ടും, ഇങ്ങനെയൊക്കെ ജീവിക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് കുറേയധികം പേര് ഹൻസികയ്ക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനുള്ള എക്സ്പ്ലനേഷനൊക്കെ വന്നേക്കുവാണ്. താനുണ്ടെങ്കിൽ ആ ഒരു ചെയ്ത് ഭയങ്കരമായിട്ട് മണ്ടത്തരമായിട്ട് തനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, എനിക്ക് ആ ഒരു സമയത്ത് തോന്നി ഞാൻ ചെയ്ത് അത് തെറ്റാന്ന് മനസ്സിലായപ്പോൾ അതേ കണക്കുള്ള വീഡിയോസ് ഇനിയൊന്നും ഇടത്തില്ല. കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ട് അത് ഇട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പോലും എന്തിനാണ് ഈ ഒരു പൈസ കൂട്ടിയത്, സബ്സ്ക്രിപ്ഷൻ പൈസ കൂട്ടിയെന്ന് ചോദിച്ചതിനുള്ള മറുപടിയും ഹൻസിക തന്നെ ഇപ്പം പറഞ്ഞേക്കുവാണ്. അത് കൂട്ടിയതിൻ്റെ കാരണം ഇനി ആരും സബ്സ്ക്രിപ്ഷൻ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു പൈസ കൂട്ടിയത്. അപ്പോൾ ആരും എടുക്കില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. എൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരുന്നു, ഞാൻ ഒരിക്കലും ആരെയും വേദനിപ്പിക്കണം എന്നൊന്നും വിചാരിച്ചില്ല. എൻ്റെ പ്രവൃത്തി ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഹൻസിക പറയുന്നുണ്ടായിരുന്നു.